ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത കുഞ്ഞിക്ക ആഗ്രഹിച്ചൊരു ഏകാന്തതയാണോ അതെയോ പ്രായം കുഞ്ഞിക്കായ്ക്ക് സമ്മാനിച്ച ഏകാന്തതയാണോ? പ്രായം എനിക്കൊന്നും സമ്മാനിക്കാം. ഞാൻ ഇന്നും 18 വയസ്സുള്ള ഒരു യുവാവാണ്. ഇപ്പം തന്നെ നോക്ക്, ഇതാ കുട്ടികളൊക്കെ നോക്കട്ടെ. ഇപ്പം തന്നെ എല്ലാവരും പറയൂ. അല്ല 18 താങ്കളുടെ കയ്യിലിരിപ്പ് 18 വയസ്സുകാരൻ്റെ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിന് തർക്കമൊന്നുമില്ല. സത്യമാണ്, എനിക്കറിയാം. മൈ ബ്രദർ ബ്രട്ടാസ്, സത്യമാണത്. നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എന്നെ എപ്പോഴും ഇങ്ങനെ കുഴക്കണം. ഞാൻ ഒരിക്കലും അയ്യോ കുഞ്ഞിക്ക ഞാൻ കുഞ്ഞിക്കയ്ക്ക് കോംപ്ലിമെൻ്റ് തരികയാണ്. എന്താ കാരണം വെച്ചാൽ ഒരു 18 വയസ്സുകാരൻ്റെ ആ വീറും വാശിയും ഊഷ്മളതയും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാന്ധവത്തിലാണ് കുഞ്ഞിക്ക വിശ്വസിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ എന്നോട് വൈഫൊക്കെ പറയും, നിങ്ങളെന്തിനാ ഈ ജീൻസൊക്കെ ഇട്ട് നടക്കുന്നത്, ഷൂസ്, ബെൽറ്റ്, അതൊന്നും ഞാൻ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ഗേൾ ഫ്രണ്ട് പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ മേടിച്ചിട്ടത്? അതെ അതെ അതെ. എനിക്കറിയാതെ അതാ കുട്ടി പറഞ്ഞിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞ പ്രകാരമാണ് ഇപ്പൊ കുഞ്ഞിക്ക വസ്ത്രാനത്തിൽ മാറ്റം വരുത്തിയത്. എനിക്കത് നല്ല അതെ അതെ. അപ്പം ഓരോ ഗേൾ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ജീവിതശൈലിയിലും വസ്ത്രാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അന്ന് ബ്രിട്ടാസ് പറഞ്ഞു, കുഞ്ഞിക്ക നിങ്ങൾ എന്നും ജീൻസ് ഇടണം. നിങ്ങൾ ജീൻസ് ഞാനല്ല പറഞ്ഞത്, ഞാൻ കുഞ്ഞിക്കയുടെ കൂടെ കണ്ടിട്ടുള്ള ആ സ്ത്രീ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് കുഞ്ഞിക്ക. നമ്മൾ അധികം പറഞ്ഞ് നമ്മുടെ രഹസ്യമൊന്നും പുറത്ത് പറയണ്ട. അപ്പോൾ എഴുത്തിൽ ഒരു ഖനം വരുത്താൻ വേണ്ടി കുഞ്ഞിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും പണ്ട് അനർഗളമായി എഴുതിയിരുന്നത് പോലെ ഇന്ന് എഴുതാൻ പറ്റുന്നില്ല. പേടി ഭയമുണ്ട് എഴുതാനിപ്പോഴ്. അതിൻ്റെ എഴുത്ത് നന്നാവണം. കാരണം അന്ന് കുട്ടിക്കാലത്തൊന്നും അതിനെപ്പറ്റി ഒരു ഭയമില്ലായിരുന്നു. ഇന്ന് പേടിയുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് വായനക്കാരൻ, സമൂഹം, കുടുംബം, ഭാര്യ, ഇവരൊക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും ഞാൻ ഇവർ ഭയപ്പെടാതെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിക്ക എന്ന് പറയുന്ന കേരളം ഇഷ്ടപ്പെടുന്നൊരു സാഹിത്യകാരൻ ഇന്ന് ഭയത്തിൻ്റെ ചുഴിയിലാണ്. ഭാര്യ, സമൂഹം, വായനക്കാർ, ബന്ധുക്കൾ, മക്കൾ, മറ്റെഴുത്തുകാർ ഇവരെല്ലാം കൂടി കുഞ്ഞിക്കയെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഭയപ്പാടിൽ സർഗസൃഷ്ടിക്ക് ഒരുപാട് വിഘാതം സംഭവിക്കുന്നു. ഇല്ല, ഒരിക്കലും എൻ്റെ അമ്മേ, ഒരിക്കലും ഇങ്ങനെ ഏത് രൂപത്തിലേക്ക് കുഞ്ഞിക്ക മാറുകയാണ്? ഒരിക്കലുമില്ല. എനിക്ക് ഭയം ഉണ്ടെങ്കിലും ഭയത്തെ നേരിടാൻ വേണ്ടിയാണ്, ഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. ഈ ഭയം പക്ഷെ പണ്ടുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, അന്ന് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, ഹെൽത്ത് ഉണ്ടായിരുന്നു. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രിട്ടാസ്, ഈ എഴുത്തിന് എന്താണ് സർഗാത്മകത ശരീരത്തിൻ്റെ എനർജിയാണ്. ശരീരത്തിൻ്റെ എനർജി കുറഞ്ഞു വരുമ്പോൾ സർഗാത്മകത കുറയും. ക്രിയേറ്റിവിറ്റി ഈസ് ഈക്വൽ ടു എനർജി. ഭയത്തെ അതിജീവിക്കാൻ വേണ്ടി കുഞ്ഞിക്ക ശ്രമിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ഈ അതിജീവനം, ഇപ്പം ഞാൻ മീറ്റും ഫിഷും ഒക്കെ ഒഴിവാക്കി. മാംസം ഒഴിവാക്കി. ഇത്രയും 8 വർഷമായിട്ട് വെജിറ്റബിൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. വെജിറ്റബിൾ മാത്രം. അത് വെജിറ്റബിൾ കഴിയുന്നതും പച്ചയായിട്ട് കഴിക്കും. ഇപ്പോൾ ഏപ്പിളാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ പച്ചയായിട്ട് കഴിക്കും. അല്ലെങ്കിൽ കോവക്ക പിന്നെ കഴിക്കും, വെണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോവയ്ക്കാണ്. ഡ്രൈ ഫ്രൂട്ട്സ് അതല്ല, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കും. ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചേ കഴിക്കാൻ പറ്റൂ. കാരണം ഒരു 10 ഗ്രാം, ഒരു 100 ഗ്രാം വെജിറ്റബിൾ കഴിക്കുന്നതിന് അത് ഈക്വലാണ് 10 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ നമ്മൾ ഒരു 5 ഈത്തപ്പഴം, അല്ലെങ്കിൽ കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പ്, അല്ലെങ്കിൽ കുറച്ച് കാഷ്യൂ. അത് പക്ഷേ ഈ പ്രായത്തിൽ അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴമൊക്കെ നിർത്തേണ്ട സമയമായിരിക്കും. ഇല്ല സമയം ഞാൻ എന്ന് തിന്നുകൊണ്ടിരിക്കേണ്ടത്. എന്തിനാ അത് നമ്മുടെ ഓൾഡ് ഏജിൽ കഴിക്കേണ്ടത്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനിടയിൽ മദ്യം കഴിക്കുന്നത് നിർത്തിയോ? മദ്യം ഇസ് മൈ ഫുഡാണ്, എൻ്റെ അത് ഭക്ഷണമാണിത്. 40 വർഷമായിട്ട് ഞാൻ വളരെ ചെറിയ തോതിൽ കഴിക്കുന്നത് മദ്യം അവസാനിപ്പിക്കില്ല. അത് ഞാൻ അവസാനിച്ചു പോയില്ലേ? മദ്യം വളരെ കുറച്ചേ കഴിക്കും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഒരുപാട് പത്രങ്ങളിലും ആഴ്ചപ്പത്തിലൊക്കെ മദ്യം കഴിച്ചിട്ട് വീട്ടിൽ ചണ്ട. എൻ്റെ വീട്ടിൽ ഞാൻ അന്ന് എൻ്റെ നല്ല കാലത്ത് പോലും വീട്ടിലെത്തുമ്പോൾ വൈഫ്, ഞാൻ എത്തുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ രാവിലെ 8 മണിക്ക് പോയിട്ട് വൈകിട്ട് 8 മണിക്കാണ്. രാവിലെ 8 മണിക്ക് പോയിട്ട് ആശുപത്രി ജോലി ചെയ്തിട്ട് രാത്രി 8 മണിക്ക് എത്താം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുന്നതുകൊണ്ട് പുള്ളിക്കാരാദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ കഴുകി വെച്ചു, എൻ്റെ കുപ്പി സാധനമൊക്കെ വെച്ചിട്ട് വേഗം കഴിച്ചോന്ന് പറയും. അതെന്താ കാരണം അറിയോ? ഈ മൂശാട്ട സ്വഭാവം കുഞ്ഞിക്കായ്ക്ക് മാറി കിട്ടണമെങ്കിൽ 2 അടിക്കണം. അതെ, അതാണ് അതാണ് ശരി. അതാണ്. അല്ല, അതുകൊണ്ട് എന്താ പറയുക, അത് 40 വർഷമായിട്ട് അത് ഞാൻ ഒരിക്കലും അമിതമായിട്ട് ഉപയോഗിക്കാറില്ല. മീറ്റ് ഒഴിവാക്കിയാലും മത്സ്യം ഒഴിവാക്കിയാലും മദ്യം ഒഴിവാക്കുന്ന പ്രശ്നമില്ല. ഇല്ല, മദ്യം ഒഴിവാക്കുന്നതല്ല, അതിന് അനിവാര്യമായതുകൊണ്ടല്ല. ഇറ്റ് ഈസ് മൈ ഫ്രണ്ട്, ഹി ഈസ് മൈ ഫ്രണ്ട്, ഷീ ഈസ് മൈ ഫ്രണ്ട്. ലിക്കർ ഈസ് എ ഷീ. ഷീ
അപ്പോൾ ഒരു സ്ത്രീയെ കാണുന്ന സ്ത്രീയോടുള്ള ഒരു പ്രണയ പരവേശതയാണ് ആദ്യത്തോട്. കുപ്പി തന്നെ അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ കുപ്പി? ആഹാ, നല്ലല്ലേ? ചില കുപ്പികളുടെ കല്ലേ, ചില കുപ്പികളുടെ ആകൃതി അങ്ങനെയല്ലേ? മക്കളൊക്കെ കഴിക്കാൻ ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, എന്നും ഡ്രിങ്ക്സ് കഴിക്കണമെങ്കിൽ നിന്നെങ്കിൽ ഫസ്റ്റ് പേക്ക് എൻ്റെ കൂടെ കഴിക്കണം. 2 പേര് എൻ്റെ കൂടെ കഴിച്ചത്. അവരൊക്കെ 10 പ്രായമായ കുട്ടികളാണ്. അപ്പോൾ പിള്ളേരെ അപ്പോൾ വഷളാക്കാനുള്ള എല്ലാ ഭക്ഷണമല്ല, നമ്മളവരൊക്കെ അതിന് ഫ്രീഡം കൊടുത്ത് അവർ കഴിക്കില്ല അധികം. ഒളിച്ച് കഴിക്കുമ്പോഴാണ് ഒളിച്ച് കഴിക്കുക. എന്തിനാണിത്? കുട്ടികൾ കഴിക്കോ കഴിക്കാതിരിക്കോ എന്ത് ചെയ്തോട്ടെ. കുഞ്ഞിക്ക ഇപ്പം കുഞ്ഞിക്ക ഒരു കാര്യം പറഞ്ഞു. കുഞ്ഞിക്കയുടെ ഇപ്പോൾ കുഞ്ഞിക്കയ്ക്ക് ഇന്ന് വയസ്സ് 73 കഴിഞ്ഞു. 73 കഴിഞ്ഞ് 74ലേക്ക് പ്രവേശിച്ചു. ജാതകപ്രകാരം 86 മരണത്തിന്റെ വർഷം. കുഞ്ഞിക്കയുടെ ജാതകപ്രകാരം 86. അപ്പൊ ഇനി എത്ര വർഷമുണ്ട്? 13 വർഷം എന്നെ സഹിക്കണം. 13 വർഷമുണ്ട്. 13 വർഷം എന്നെ സഹിക്കണം. 13 വർഷം താങ്കളെ സഹിക്കണം. നിങ്ങൾ സഹിക്കണം, ഞാൻ സഹിക്കണം. പക്ഷെ അത് സഹിക്കാൻ ഭാര്യ തയ്യാറായില്ല. ഭാര്യ അതിന് മുമ്പ് പോയി, നേരത്തെ പോയി.